സുതാര്യമായ ഗ്ലാസ് മതിലുകളാൽ ചുറ്റപ്പെട്ട് കടലിൽ ഒരു നഗരം, അതിനുള്ളിൽ തൂങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളും വീടുകളും, ചുറ്റും ഒരിറ്റ് പോലും മലിനമാവാത്ത വായുവും. വിശ്വസിക്കാൻ ആവുന്നില്ല അല്ലേ? വിശ്വസിച്ചേ മതിയാവൂ. കാരണം ഈ കാഴ്ചകളൊന്നും അറബിക്കഥയിലേതല്ല, മറിച്ച് അറബി നാട്ടിലേതാണ്. സൗദി അറേബ്യയുടെ വടക്കേ അതിർത്തിയിൽ തബൂക്കിൽ ചെങ്കടൽ തീരത്ത് നിർമ്മാണം തുടരുന്ന നിമോയിലെ ദി ലൈൻ നഗരത്തിലെ കാഴ്ചകളാണിത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ പാരിസ്ഥിതിക സൗഹൃദ നഗരമാണ് ദി ലൈൻ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് ഭാവി നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന പദ്ധതിയുടെ ഡിസൈൻ പുറത്തുവിട്ടത്. 2024 ആദ്യഘട്ട പ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് കരുതുന്ന ലൈനിന്റെ മുതൽ മുടക്ക് ഏതാണ്ട് 50,000 കോടിയാണ്. രാജ്യത്തെ എണ്ണ ഇതര സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2017 തുടക്കം കുറിച്ച പദ്ധതി GDPയിലേക്ക് $48 ബില്യൺ സംഭാവന ചെയ്യുമെന്നു കരുതുന്നു. 1.25 ലക്ഷം തൊഴിലവസരങ്ങളാണ് ദി ലൈൻ സൃഷ്ടിക്കുക. അബ്ബ തീരത്ത് കടൽ നിരപ്പിൽ നിന്ന് 500 മീറ്റർ ഉയരത്തിൽ 170 കിലോമീറ്റർ നീളത്തിലും 200 മീറ്റർ വീതിയിലും നേർരേഖയിലാണ് നഗരത്തിലെ വീടുകളുടെ നിർമ്മാണം. 90 ലക്ഷം താമസക്കാരെ ഉൾക്കൊള്ളിക്കാനാവും വിധം 34 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ ഉയരത്തിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും വീടുകൾ നിർമ്മിക്കുക. ഇതിനായി ലോകത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളെ തന്നെ സൗദി ഭരണകൂടം ചുമതലയേൽപ്പിച്ചിട്ടുമുണ്ട്. വർഷം മുഴുവനും അനുയോജ്യമായ കാലാവസ്ഥ ഈ നഗരവാസികൾക്ക് അനുഭവിക്കാനാകും. കാറുകളോ മലിനീകരണമോ ഇല്ലാതെ നഗരത്തിന് ചുറ്റും 480 മീറ്റർ ഉയരമുള്ള 2 ഗ്ലാസ് പുറം ഭിത്തികളുണ്ടാകും. ഉയരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഭിത്തികളിൽ അബയിലെ കാഴ്ചകൾ പ്രതിഫലിക്കും. ലോകത്ത് സംഭവിക്കുന്ന ഇത്തരം രസകരമായ സംഭവങ്ങളെക്കുറിച്ച് അറിയുവാൻ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പാരിസ്ഥിതിക പ്രത്യേകതകൾ ഏറെയുള്ള പ്രദേശമായ നീമോയിലെ പ്രകൃതിയുടെ 95% സംരക്ഷിച്ചായിരിക്കും നഗരത്തിന്റെ നിർമ്മാണം. നഗരത്തെ റോഡുകളായി വിഭജിക്കും. താമസക്കാരുടെ ആവശ്യങ്ങളെല്ലാം 5 മിനിറ്റിനുള്ളിൽ നിറവേറ്റാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഇത്രയും സമയത്തിനുള്ളിൽ എത്തിച്ചേരാവുന്ന വിധം എല്ലാ സംവിധാനങ്ങളും ക്രമീകരിക്കും. 20 മിനിറ്റ് കൊണ്ട് 170 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാവുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടായിരിക്കും. മണിക്കൂറിൽ 512 കിലോമീറ്റർ വേഗതയിലാവും ഇവ സഞ്ചരിക്കുക. വാഹനങ്ങളെല്ലാം തന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചാവും പ്രവർത്തിപ്പിക്കുക. നഗരത്തിന്റെ ഊർജ സ്രോതസ്സുകൾ സോളാറും കാറ്റാടിയും മാത്രമായിരിക്കുമെന്നതും വലിയ സവിശേഷത തന്നെയാണ്. പുറമേയുള്ള വാഹനങ്ങൾക്ക് നഗരത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരത്തെ നിരീക്ഷിക്കുകയും ദ ലൈനിലെ പൗരന്മാരുടെ ദൈനംദിന ജീവിതം എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. സ്കൂൾ, ആശുപത്രി, ഷോപ്പിംഗ് മാൾ, വിനോദ സംവിധാനങ്ങൾ തുടങ്ങി ഒരു നഗരത്തിന് ആവശ്യമായതെല്ലാം ഇവിടെ ഉണ്ടാകും. പദ്ധതിക്ക് $50,000 കോടി നിക്ഷേപം ആവശ്യമാണ്. ഇതിൽ 20,000 കോടി ഭരണകൂടം നേരിട്ട് മുടക്കും. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റാർട്ടപ്പുകളും ടെക്നോളജി സ്ഥാപനങ്ങളും ഇവിടെ ചേക്കേറുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ സൗദിയുമായി അതിരു പങ്കിടുന്ന രാജ്യങ്ങളായ ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയവരുടെ പരിപൂർണ പിന്തുണയും സഹകരണവും ഈ ലൈനിനുണ്ടായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ യാത്രാ കപ്പലുകൾക്കും ഇവിടേക്ക് പ്രവേശനമുണ്ടാകും. മികച്ച ജീവിത നിലവാരവും മാലിന്യരഹിതമായ അന്തരീക്ഷവും ഉറപ്പു നൽകുന്ന ദി ലൈൻ പദ്ധതി നല്ല നാളേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നത്. ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ലക്ഷ്യം വെച്ചാണ് ലൈനിന്റെ നിർമ്മാണമെന്ന് സൗദി ഭരണകൂടം വ്യക്തമാക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളല്ലേ ഭാവിയിലേക്കുള്ള കരുതൽ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നു. എന്നിരുന്നാലും ലോകരാജ്യങ്ങൾക്കിടയിൽ സ്ഥാനമുറപ്പിക്കാനുള്ള സൗദിയുടെ ഈ ചുവടുമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക.